ആ സങ്കല്പം ഉറച്ചു കഴിഞ്ഞാൽ ആ ഉകാരരൂപമായ സ്വപ്നാവസ്ഥ മുഴുവൻ വ്യഷ്ടി-സമഷ്ടി സുഷുപ്തിരൂപമായ പ്രാജ്ഞനും അവ്യാകൃതനുമാകുന്ന മകാരത്തിൽ അടങ്ങിയതായി ഭാവന ചെയ്യണം. ആ ഭാവനയും ഉറച്ചു കഴിയുമ്പോൾ ആ മകാരവും അത് പ്രകാശിപ്പിക്കുന്ന പ്രാജ്ഞനും അവ്യാകൃതനും വ്യഷ്ടി-സമഷ്ടി തുര്യരൂപവുമായ കൂടസ്ഥ ചൈതന്യവും ബ്രഹ്മചൈതന്യവുമാകുന്ന അമാത്രയായ ബിന്ദുവിൽ ലയിച്ചതായി ധ്യാനിച്ച് ആ കൂടസ്ഥ ചൈതന്യമായ താൻ ബ്രഹ്മമാണെന്ന് നിരന്തരം ചിന്തിച്ച് മനസ്സ് ആ ബ്രഹ്മസ്വരൂപത്തിൽ ലയിപ്പിക്കണം. ഇങ്ങനെയാണ് പ്രണവോപാസനയുടെ സാമാന്യ സ്വരൂപം ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓംകാരത്തെ ബ്രഹ്മമായും അതിൻ്റെ മാത്രകളെ ബ്രഹ്മത്തിൻ്റെ പാദങ്ങളായും ഒന്നാമതായി നിശ്ചയിക്കണം. പിന്നീട് ഓംകാര സ്വരൂപമായ ബ്രഹ്മത്തിൻ്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തി രൂപങ്ങളായ അകാര ഉകാര മകാര പാദങ്ങളെക്കുറിച്ച് ചിന്തിച്ചറിഞ്ഞ് അവയെ യഥാക്രമം ലയിപ്പിച്ച് അമാത്ര രൂപമായ സാക്ഷി ചൈതന്യത്തിൽ മനസ്സുറപ്പിച്ചാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. യുജ്ജീവ പ്രണവേ ഛേദ പ്രണവോ ബ്രഹ്മനിർഭയം പ്രണവേ നിത്യയുക്തസ്യ ന ഭയം വിദ്യതേ ക്വചിത് എന്ന് മാണ്ഡ്യൂക്യോപനിഷത്ത് കാരികയിൽ പ്രണവോപാസനയുടെ സ്വരൂപം പ്രതിപാദിച്ചു കാണുന്നു. പ്രണവം അഭയമായ ബ്രഹ്മമാണ്. ആ പ്രണവത്തിൽ മനസ്സ് ഏകാഗ്രമാക്കി വയ്ക്കണം. അങ്ങനെ എപ്പോഴും പ്രണവത്തിൽ മനസ്സുറച്ചിരിക്കുന്ന മനുഷ്യന് ഒരു തരത്തിലുമുള്ള ഭയം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് ഈ കാരികയുടെ അർത്ഥം. ഇപ്രകാരം സാധന ചെയ്യുന്ന വ്യക്തിക്ക് പല അനുഭവങ്ങളും ഉണ്ടാകും. അതെല്ലാം ഗുരുവിൻ്റെ സന്നിധിയിൽ അറിയിച്ച് അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുസരണം സാധന ചെയ്തു കൊള്ളേണ്ടതാണ്. ഇവിടെ പ്രണവചിന്തയുടെ സാമാന്യ രൂപമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രണവോപാസന എന്ന പദത്തിന് പ്രണവസ്വരൂപനായ ഈശ്വരനെ ഉപാസിക്കുക എന്നാണ് അർത്ഥം. അടുത്തിരിക്കുക, ഐക്യപ്പെടുക, ആരാധിക്കുക, ധ്യാനിക്കുക എന്നിങ്ങനെ പല അർത്ഥങ്ങളും ഉപാസനയ്ക്കുണ്ട്. ഉപാസകനായ ജീവൻ ഉപാസ്യനായ ഈശ്വരനോട് ചേർന്നിരിക്കുന്നതിനും അങ്ങനെ ഇരിക്കുന്നതിനുള്ള ധ്യാനാദി സാധന സാമഗ്രികൾക്കും ഉപാസന എന്ന പേര് പറയാവുന്നതാണ്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.